Assalamualaikum warahmatullahi wabarakatuh. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. നമുക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുകയും അൽഹംദുലില്ലാഹ് പറയുകയും ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം കേട്ടോ. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ സുബഹി ഒരു 6 മണി കഴിഞ്ഞത് വരെയുള്ള ഇതാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളൂ. പിന്നെ എന്താ പറയാനുള്ളത്, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണോ അത് കമന്റ് ആയിട്ട് അറിയിക്കാൻ. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരം നമ്മുടെ കിച്ചണിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ റേഷൻ പീടിയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ മോശമില്ലാതെ ഫാൻസി സാധനങ്ങൾ, കുറച്ച് കുട്ടികളുടെ സ്കൂൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഞാൻ വൈകുന്നേരമായിട്ട് വന്നപ്പോഴും ചെറുമോനെ ഉറങ്ങി. പിന്നെ ഉറക്കത്തിലൊക്കെ അവന് കരഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് കരച്ചിലും ഇതൊക്കെ ആയി. അങ്ങനെ കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് വരാം. ഞാൻ പെട്ടെന്ന് വേണം എന്താ ഫുഡൊക്കെ റെഡി ആക്കണം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ചോറ് എന്താണ് നല്ല വെള്ളമൊക്കെ വെച്ചു. അതിലേക്ക് അരി ഇട്ടോ. സംസാരിക്കുന്നതിനിടയിൽ അരി ഇട്ടോ ഇല്ലെന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബാക്കിയില്ല കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ചായ കുടിച്ച പാത്രങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴുകി വെക്കട്ടെ. അപ്പോൾ അതൊന്നും നോക്കാതെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളും വാങ്ങാണ്ട് പിന്നെ 4 മണിക്ക് ശേഷം പോയത്. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് റൈസ് കുക്കറിലേക്ക് വെക്കട്ടെ കേട്ടോ. വെച്ചിട്ട് ഞാൻ അതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റേഷൻ അരി ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് വന്ന് നോക്കിയാൽ മതി. ഏതായാലും ഇന്ന് ബാക്കി എന്താ പിന്നെ ഇതിലെ എന്താ ഈ വീഡിയോയിൽ ഇങ്ങോട്ടാക്കിയിട്ടുള്ളത് അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകാൻ എന്താ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്ക് ഞാൻ ഈ പാത്രങ്ങളൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കട്ടെ. എന്നാൽ പിന്നെ ബാക്കി അതിനനുസരിച്ച് നോക്കിയാൽ മതിയല്ലോ. കുറച്ചൊക്കെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ കഴിച്ച് പോകുമ്പോൾ പിന്നെ അതിനനുസരിച്ചൊക്കെ ഇല്ലതൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനാണെങ്കിൽ മറ്റൊരു വോയിസ് എടുക്കൽ എഡിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വർക്കൊക്കെ പോയതുകൊണ്ട് തന്നെ ഉറക്കക്ഷീണുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം റെസ്റ്റ് എടുക്കട്ടെ വിചാരിച്ചത്. അപ്പം ഇങ്ങനെ എല്ലാ പണികൾക്കും ഓരോ ചെറിയ ഇടവേളയ്ക്ക് വേണ്ടേ. പിന്നെ എന്താണ് പാത്രം ഇപ്പോൾ കേൾക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ അടിപൊളിയിലൊരു മീൻ വരട്ടും ഉണ്ടാക്കും വേണം. അപ്പോൾ ആദ്യം അതൊക്കെ കേൾക്കി വെക്കട്ടെ കേട്ടോ. എത്ര തിരക്കിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വൃത്തി വേണം. പാത്രങ്ങൾ കൂടെ കഴുകി വെച്ചാൽ അടുക്കള സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ എന്താണ് നേരെ നമ്മുടെ കിടിലൻ മീൻ വരട്ടിലേക്ക് കടക്കാം. അതിനു വേണ്ടി മീന് അവിടെ മെരിനേറ്റ് മസാലയൊക്കെ പുരട്ടി വെക്കണം. അതിന്റെ മുമ്പ് അതൊക്കെ നന്നാക്കി കഴുകി എടുക്കണം. അപ്പൊ ഞാൻ ഇതൊക്കെ നന്നാക്കട്ടെ കേട്ടോ. നന്നാക്കിയിട്ടാണ്ട് വരാം. ഒന്നാമത് ഞാൻ ഈ രാത്രിയിലൊന്നും അടുക്കളയിലേക്ക് വരലില്ല കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും പഠിക്കാനും ഇതൊക്കെ വായിക്കാനൊക്കെ ഉണ്ടാവും. അടുക്കളയിലേക്ക് നമ്മളെ കിച്ചണിലേക്ക് വന്നാൽ ആകെ പിന്നെ അവരുടെ പഠിത്തമൊക്കെ തെറ്റും. പിന്നെ ജിതുമോനൊക്കെ തന്നെ ഒന്ന് ഉറക്കം വന്ന് അങ്ങ് തിരിഞ്ഞിട്ടോ. അവന് കുറച്ചൊക്കെ മീനിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞിട്ടോ. അവൻ എന്നെ എന്താണ് ഉറങ്ങാൻ പോയതുകൊണ്ട് വല്ലാത്തൊരു എന്താണ് ഒരു സുഖല്ല കേട്ടോ. എന്താണ് അവന് ഫുഡ് കഴിക്കാതെ ഉണ്ടാവും. അവന് ഉറക്കം വന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. പക്ഷെ അവന് കരഞ്ഞുകാണ്ടാണ് എന്നെ നേരം വൈകിച്ചും ചെയ്തു ഒന്നും പറയാല്ല. ഏതായാലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളെ എന്താണ് റൈസ് കുക്കറിൽ വെച്ച ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നാട് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓട്ടപ്പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഊറ്റി കഴിയല്ലോ. പിന്നെ ഇങ്ങനെ കുറേ നേരം കൊട്ടക്കൈയിൽ ഊറ്റി ഇങ്ങനെ സമയം കളയണ്ട. അപ്പോൾ അതാ ഇങ്ങനെ ഒരൊറ്റ ഒരു ഇതാക്കി കഴിഞ്ഞാൽ അങ്ങനെ ചോറും ഇവിടെ റെഡിയായി. അപ്പം ഇനി വെള്ളം വാർക്കൊന്നും വേണ്ടട്ടോ. അത് അങ്ങനെ വാർന്നോളൂ. അപ്പം വെള്ളം വറ്റിച്ചെടുക്കാനൊന്നും പോകണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയിട്ടോ. എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞു തന്നു. അപ്പോൾ രാത്രി ആകുമ്പോൾ അധികം ഞാൻ ചെയ്യുന്ന ഇങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ സമയം ഉണ്ടാകൂല. പിന്നെ മിന്നമോൾ അവിടെ വായിക്കാണ്. അപ്പോൾ ഇതാ ചോറവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്, മൂടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിന്റെ പോട്ട് എന്താണ് ചോറ് വെച്ചതിന്റെ പോട്ട് ഞാൻ വെള്ളം വാറാൻ വേണ്ടിയിട്ട് എന്താണ് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കഞ്ഞിന്റെ പോട്ടൊന്നും കാലിയാക്കിടാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല. ഞാൻ അന്ധവിശ്വാസം ഒന്നും അറിയില്ല. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ദാരിദ്ര്യം വരും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അല്ലെങ്കിൽ
എന്തെങ്കിലും വെള്ളം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കണം എന്നൊക്കെ കേട്ടോ. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതാ മീൻ വരട്ടാൻ വേണ്ടിയിട്ട് പോകാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 2 വലിയ ടൊമാറ്റോ ഞാൻ എടുത്തത്, പിന്നെ ചീരമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു ഇഞ്ചിന്റെ ചെറിയ പീസ്, ഒരു വെളുത്തുള്ളി ഒരു 3 4 5 ഉണ്ട് കേട്ടോ. ഞാൻ എണ്ണം നോക്കിയിട്ടില്ല, ഞാൻ കുറച്ചെണ്ണം എടുത്ത് പോരുന്നല്ലാതെ ശരിക്കൊന്നും അത്ര എൻ്റെ അളവൊന്നും എടുക്കില്ല, സുമാറിനെല്ലാം എടുക്കും. ഇനി പുളി എന്താ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്താ ഇത് ഇനി ചതക്കി കൊണ്ടു വരുമ്പോഴേക്ക് പുളിന്റെ ഒക്കെ വെള്ളം പുളിയൊക്കെ അവിടെ കുതിർന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ടിത്തരച്ച ടൊമാറ്റോ, വെളുത്തുള്ളി, ഇഞ്ചി, എന്താ പച്ചമുളക് എന്താ ചതക്കി എടുക്കട്ടെ കേട്ടോ. ഇനി ഇങ്ങനെ ടേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇഞ്ചിക്കല്ലിലിട്ട് ചതയ്ക്കാൻ വേണ്ടി കിട്ടും. അങ്ങനെ മിക്സിയിൽ അരച്ച ടേസ്റ്റ് ഇല്ലാന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിവെള്ളത്തിന്റെ കൂട്ട് അതൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ കുടുക്ക അങ്ങനെ കാലിയാക്കാതിരിക്കുക, അതൊക്കെ ഓരോ കുട്ടി വിവരം അനുസരിച്ച് പറയാം. അല്ലെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും ഒഴിച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കഴുകി വെക്കുക, അതൊക്കെയാണ് അതിനുള്ളേറെ ഇത്. അപ്പോൾ ഞാനൊരു സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ മണ്ണിന്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടിയതിന് ശേഷം ആവശ്യമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി എന്താ വേണ്ടത്? അപ്പോൾ എൻ്റെ അടുത്ത് സവാള ഇല്ല കേട്ടോ. ഞാൻ ഒക്കെ പോയി എന്താണ് റേഷൻ പീടികയിലൊക്കെ പോയി വന്നപ്പോൾ അത് ആ കാര്യങ്ങൾ മറന്നിട്ടോ. ഇവിടെ ഇല്ലാത്ത പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടി ഏതായാലും മറന്നുപോയി. ഏതായാലും അതൊന്നും സാരമില്ല. അപ്പം ഇല്ലത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാൻ ഈ എണ്ണയ്ക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ചേർത്തി കൊടുത്തു. അപ്പം നന്നാക്കിയിട്ടൊന്ന് മിക്സ് കഴിഞ്ഞ് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതിനനുസരിച്ചുള്ള മസാലകൾ ചേർക്കട്ടോ. മീനും തന്നെ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തിന് എന്താണ് ഉച്ചപ്പിന് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. പിന്നെ വൈകുന്നേരം അങ്ങനെ പോന്നപ്പോൾ വാങ്ങിയിട്ട് ഏതായാലും വാങ്ങി വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നത് ചിക്കനാണോ മീനാണോ വാങ്ങേണ്ടി വിചാരിച്ചപ്പോൾ പിന്നെ ചിക്കൻ്റെ അടുക്കൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നാമത് സാധനമൊക്കെ വാങ്ങി കുറച്ചുണ്ട്. പിന്നെ ഓട്ടയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ നേരത്തെ മീനിന്റെ കടൽ കണ്ടപ്പോൾ ഇങ്ങനെ മീനാണ് വാങ്ങി. അങ്ങനെ പോകുന്നത് കാര്യങ്ങൾ. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്തി കൊടുക്കട്ടെ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് മതി കേട്ടോ. മുളക് പൊടി കുറച്ച് മതി. ഞാൻ ചീരമുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ കുരുമുളക് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇടട്ടോ, അത് ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുക. പക്ഷെ കുരുമുളക് ഇടണം, ഇവിടെ എല്ലാവർക്കും ചുമയാണ്, അതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ. മറന്നുപോയി. ഞാൻ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി വന്നിരുന്നത്. അങ്ങനെ ഇനി ഇതാ അടുത്തത് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് പെരിഞ്ചീരകപ്പൊടി അതും ചേർത്തി കൊടുക്കാം. നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം പെരുജീരകത്തിന്റെ പൊടിയൊക്കെ ചേർത്തി കൊടുക്കുക. എന്താണ് ഇനി പുളി ചേർക്കാനായിട്ടൊക്കെ എന്താ ചൂടായിട്ട്. പക്ഷേ ഈ ചുമല്ലോർത്ത് പുളിയും തക്കാളി അങ്ങനത്തെ വകകളൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് ഞാൻ കുറേ മടിച്ചിരുന്നു. ഇത് എന്താണ് വറ്റിക്കണോ എന്താ വരട്ടണ്ടേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. എന്തെങ്കിലും പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും ജിതുമോന് ഉറങ്ങിയിട്ടുണ്ട്. ഇത് ആകുമ്പോഴേക്കും കുറേ നേരം ആവും ചെയ്യും. പിന്നെ ചുമ കാരണം തന്നെ അതിങ്ങനെ ഈ ടൊമാറ്റോ പുളിയൊക്കെ ചേർത്തിയാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ചുമക്കാറ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരിച്ചപ്പോൾ അതിന് കുരുമുളകിന്റെ ഇതൊക്കെ ചേർത്തി കൊടുക്കും. പൊരിച്ചുകാണ്ട് കുരുമുളകൊക്കെ ഇട്ട് പൊരിക്കണം എന്നൊക്കെ വിചാരിച്ചു. ഏതായാലും ഇതാ നമ്മൾ കഴുകി വെച്ച മീൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അയിലുണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി മീനുകൾ മിക്സ് ചെയ്യുക. അപ്പോൾ അയിലിൻ്റെ ഒരു എന്താണ് ഫുള്ള് അതിൻ്റെ തലയൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ നന്നാക്കി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അതിനെ പൊടി ഇതൊക്കെ കുതിർത്ത് ഏകദേശം കുതിർത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചെടുക്കുക, പുളിവെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി കുതിരാണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നന്നാക്കി മുറിച്ച് വേണ്ടി അതൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി വന്ന മീനിട്ട്. അപ്പം ഇത്ര മതി. ബാക്കി ഞാൻ അവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴെങ്കിലും എടുക്കാൻ വെച്ചിട്ട് ഫ്രിഡ്ജ് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ എന്താണ് തിളച്ച് വന്നിട്ടുണ്ട്. കറി എല്ലാം മീൻ വറ്റി. അത് കുറച്ചുകൂടി ഒന്ന് വറ്റട്ടോ. ആദ്യം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മിന്നക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട്. ജിതുമോന് എപ്പോഴോ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അവന് ഇനി ഫുഡ് കഴിക്കാതെ കേട്ടോ. കുറഞ്ഞ് വിളിച്ചാൽ പിന്നെ ശരിയാവില്ല. വിളിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം ആകെ കൊള്ളാവും. ഉറക്ക് ശരിയാവില്ലാത്ത ഉറക്ക ഭ്രാന്താകും. പിന്നെ അതുകൊണ്ട് തന്നെ വിളിക്കണില്ല. വിളിച്ച് നോക്കിയൊക്കെ ചെയ്തിട്ട് പിന്നെ വിളിക്കാൻ പോയപ്പോഴൊക്കെ ഞാൻ വിളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവന് ഉണർന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു. എനിക്ക് നല്ല പൂതി വെച്ചിട്ട് ഇരുന്നിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവന് ഉറങ്ങി. ഭയങ്കര എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനും കഴിയുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മീനിനെ കുടിക്കണം. കുറച്ചും കൂടി ഞാൻ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെന്ത് കഴിഞ്ഞല്ലോ. അപ്പം ഓഫാക്കി ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു നമ്മുടെ എന്താണ് പച്ചക്കായൻ്റെ കറി. അപ്പം അതൊക്കെ ഒന്നുകൊണ്ട് തിളപ്പിച്ച് എടുക്കട്ടെ കേട്ടോ. കുറേ നേരം ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിലേറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഐസിൽ നിന്ന് വിട്ടിട്ട് തന്നെയല്ല, ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഐസായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പക്ഷേ ഈ തണുപ്പ് വിടാതെ ഒന്നും നമ്മൾ എന്താ ഒരു സാധനം ചൂടാക്കി കഴിക്കരുത് എന്നൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാകും. ആ അസുഖം കാരണം അങ്ങനെയൊക്കെ പറിച്ചിട്ട് ഏതായാലും എനിക്കറിയില്ല. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ കേട്ടത് വെച്ചിട്ടാണ് പറയുന്നത്.
അങ്ങനെ പിന്നെ കുട്ടിയൊക്കെ വിളിച്ച് അവളൊക്കെ വല്ലാത്ത ഉറക്കില്ലാട്ടോ ഒരു ഉറക്കം ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഉറക്കം വരാനായിട്ടുണ്ട്. എനിക്ക് കണ്ണ് കാണാതെ എനിക്ക് വിശക്കണം, എന്തൊക്കെയുണ്ട് ഇനി കുറച്ചും കൂടി പാത്രങ്ങൾ, ഇനി ചോറ് വെച്ച പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവൾക്കും കൊടുത്തു. അവൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അയിലന്റെ തലയൊക്കെയാണ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതന്നെ ഒരു ചെല്ലുണ്ടല്ലോ, പണ്ടുള്ള ആൾക്കാർ പറയലുണ്ടായിരുന്നില്ല, അയില തല അളിയിൽ പോലും കൊടുക്കരുത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അന്നത്തെ ഇതിനനുസരിച്ചിട്ടോ. ഇപ്പോഴത്തെ ആൾക്കാർ പിന്നെ അങ്ങനത്തെ അതൊന്നും പറയില്ല. ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് അവർക്ക് അതൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇതിലാണില്ലത്, മീൻ്റെ എന്താണ് തലമലാണ് അധികം എന്താ കല്ലതും ഇല്ലത്, അതിന്റെ ഗുണങ്ങളൊക്കെ ഇല്ലത് ഇന്ന് അറിയില്ല എന്നൊക്കെ കരുതുന്നത്. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ വിഷമത്ത് വയ്യ. അപ്പൊ അധികം തിളക്കാനും ഇതിനൊന്നും കഴിച്ചൊന്നും വിടാനൊന്നും ഇപ്പൊ കാത്തിരിക്കില്ല. അങ്ങനെ നല്ല തിളക്കട്ടെ. അപ്പൊ ഏതായാലും ഞങ്ങളൊക്കെ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഇതൊക്കെ റെഡി ആയപ്പോഴേക്ക് 8:30 9 മണി 8:45 എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിറ്റേന്നത് സുബിക്ക് കിട്ടും. സുബി കാര്യങ്ങൾ പിന്നെ മദ്രസ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പൊ നായകൻ ഞങ്ങൾക്ക് കൂട്ടിനായിട്ട് വന്നതാ തോന്നുന്നത്, പേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ മുറ്റത്തൊന്ന് തുറന്നു നോക്കുമ്പോ അവര് ഒന്നും ഉണ്ട്, അതങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ മുറ്റത്തുണ്ട്. ഞാനും പിന്നെ മദ്രസ്ക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തുണ്ട്. ഞാൻ ജിതുമോനാണെങ്കിൽ ഒന്നും ചെയ്ത് അവനെ എടുക്കാൻ വേണ്ടിയിട്ട് അത് പോയപ്പോഴേക്ക് തമിന്നെ വന്നപ്പോ പറഞ്ഞു അവിടെ നായ അവിടെ കടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവള് പറഞ്ഞത് കേട്ടുകാണ്ട് നായ ഓടട്ടോ. മിന്നിന്റെ പേടിച്ചുകൊണ്ടുള്ള സംസാരം നായനെയും കൂടി ഭയപ്പെടുത്തിട്ട് അങ്ങനെ അവള് അങ്ങനെ പറഞ്ഞതോടുകൂടി നായ പേടിച്ചുകൊണ്ട് ഒരു പോക്ക് പോയിട്ട്. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് വീഡിയോയിൽ എടുത്തത്. അപ്പൊ കടക്കുന്നത് ആ രംഗമൊക്കെ വീഡിയോയിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അവിടെ ആ സീറ്റ് അവിടെ ഇട്ടില്ലേ, അതിന്റെ മുകളിലാണ് കടന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നപ്പോ എഴുന്നേറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ മിന്നക്കുട്ടി മദ്രസിലേക്ക് പോകാൻ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കണ്ടവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് കമന്റ് ആയിട്ട് അറിയിക്കാൻ. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.